കരിപ്പൂർ എയർപോർട്ടിലെ വിമാന നിരക്കുമായി ബന്ധപ്പെട്ട് ഹജ്ജ് തീർത്ഥാടകരെ കൊള്ളയടിക്കുന്നതിനെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ്. ഇന്ന് കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലാണ് കരിപ്പൂർ എയർപോർട്ടിലേക്ക് ബഹുജന മാർച്ച് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കരിപ്പൂർ കൊളത്തൂർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഇപ്പോഴും കരിപ്പൂർ എയർപോർട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് പ്രവർത്തകരെ അല്ലെങ്കിൽ ആയിരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് വലിയൊരു ജനകീയ പ്രക്ഷോഭം തന്നെ ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിരക്കിൽ എയർ ഇന്ത്യ അടക്കമുള്ളവർക്ക് ഗുരുതരമായ പങ്കുണ്ട്, ഒളിച്ചുകളിയുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തുന്നത്. ഈ അമിതമായ നിരക്ക് അത് പിൻവലിക്കണമെന്നുള്ള ആവശ്യമാണ്. അതിന്റെ ശക്തമായ പ്രക്ഷോഭമാണ് ഇപ്പോൾ കരിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നും നെടുമ്പാശ്ശേരിയിൽ നിന്നും പോകുന്നവരിൽ നിന്നും 75,000 80,000 രൂപ മാത്രം ഈടാക്കുമ്പോൾ കരിപ്പൂർ വഴി പോകുന്നവരിൽ നിന്നും 1,65,000 രൂപയോളം ഈടാക്കാനുള്ള എയർ ഇന്ത്യയുടെ തീരുമാനം പിൻവലിക്കണം. ഇല്ലെങ്കിൽ അതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധമായി കേരള മുസ്ലിം ജമാഅത്ത് രംഗത്തെത്തിയിരിക്കുന്നത്. വലിയൊരു തരത്തിൽ പ്രവർത്തകരുടെ പങ്കാളിത്തം കൊണ്ട് ഇല്ലെങ്കിൽ ജനങ്ങളുടെ പങ്കാളിത്തങ്ങൾ കൊണ്ട് ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലും സമര സംഗമം കരിപ്പൂർ എയർപോർട്ടിന് മുമ്പിൽ നടത്തിയിരുന്നു. നാളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കരിപ്പൂർ എയർപോർട്ടിലേക്ക് നൈറ്റ് മാർച്ചാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലും പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധമായി കേരള മുസ്ലിം ജമാഅത്ത് രംഗത്ത് വരാൻ കാരണം? ഇരട്ടി ചാർജ് ഈടാക്കിക്കൊണ്ട് കരിപ്പൂരിൽ നിന്ന് പോകുന്ന ഹാജിമാരോട് മാത്രം അമിതമായ ചാർജ് ഈടാക്കിയിട്ട് അവരെ ചൂഷണം ചെയ്യുന്ന കാരണം കൊണ്ടാണ്. കരിപ്പൂർ എയർപോർട്ടിനോടുള്ള അവഗണനയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ പ്രതിഷേധമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതെ, ഇത് നിരക്ക് വർധന പിൻവലിക്കുന്നവരെ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകും. 40,000 രൂപയാണ് കുറവ് വരുത്തുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അത് കൃത്യമായിട്ട് ഓർഡർ ആയിട്ട് വന്നില്ലല്ലോ. അത് കൃത്യമായിട്ട് വരട്ടെ, കാര്യങ്ങളൊക്കെ വരട്ടെ, അപ്പൊ അതിനനുസരിച്ച് തീരുമാനം. പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കേരള മുസ്ലിം ജമാഅത്ത് നേതാക്കളും അതുപോലെ തന്നെ SYSന്റെയും SSFന്റെയും ഒക്കെ നേതാക്കൾ ഈ റാലിയിൽ അണിനിരക്കുന്നുണ്ട്. അവർ ആവർത്തിക്കുന്ന കാര്യം ഈ സമരവും പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കരിപ്പൂർ എയർപോർട്ടിലേക്ക് നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് കേരള മുസ്ലിം ജമാഅത്തിന്റെ ബഹുജന മാർച്ച് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ള സംഘടനകളും മുസ്ലിം മതസംഘടനകളും പാർട്ടികളും ഒക്കെ തന്നെ പരസ്യ പ്രതിഷേധങ്ങളുമായി സമരങ്ങളുമായി മുന്നോട്ട് വരികയും ചെയ്യുന്നു. കരിപ്പൂർ എയർപോർട്ടിലെ ഈ നിരക്ക് കൊള്ള പിൻവലിക്കണമെന്ന് തന്നെയാണ് ഇപ്പോഴും ഉന്നയിക്കുന്ന ആവശ്യം. കഴിഞ്ഞ ദിവസം 40,000 രൂപയോളം ഇളവ് വരുത്തുമെന്ന് മുസ്ലിം ലീഗ് MPമാർക്ക് ഉറപ്പ് കൊടുത്തതായി കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനി ഉറപ്പ് നൽകിയതായി മുസ്ലിം ലീഗ് MPമാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ 40,000 രൂപയുടെ ഇടിവ് വന്നാൽ പോലും മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് പിന്നീടും വലിയൊരു അളവിൽ നിരക്കിൽ വ്യത്യാസം വരുന്നു എന്നുള്ളതാണ്. കാരണം 80,000 രൂപ മറ്റ് വിമാനങ്ങളിൽ നിന്ന് ഇല്ലെങ്കിൽ 86,000 രൂപ ഈടാക്കുമ്പോൾ കരിപ്പൂരിൽ നിന്നും 1,65,000 രൂപയാണ് ഈടാക്കുന്നത്. ഇത്രയും വലിയ തുക ഈടാക്കുമ്പോൾ 40,000 രൂപ വ്യത്യാസം വരുത്തിയാൽ പോലും 1,25,000 രൂപ എന്ന നിരക്ക് നൽകേണ്ട ഒരു സാധ്യമാണുള്ളത്. അപ്പോഴും മറ്റു വിമാനത്താവളങ്ങളേക്കാൾ 40,000 രൂപയോളം ഒരു ഹജ്ജ് യാത്രികന് അധിക ബാധ്യത വരുന്നു എന്നുള്ള സാഹചര്യം ഇപ്പോൾ തുടർന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ മുസ്ലിം സംഘടനകളുടെയും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കരിപ്പൂരിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുമ്പൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ. ഇൻ റിപ്പോർട്ടർ മലപ്പുറം.